ഇഡിയുടെ ഈ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഇങ്ങനെയൊരു പ്രതിഷേധ മാർച്ചിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ രാജ്യം തന്നെ അല്പം ലജ്ജയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഇഡി ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് രാജ്യത്തിന്റെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി തന്നെ വിവിധ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത്. ഇഡി എന്നത് ബി.ജെ.പിയുടെ ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി മാറിയിട്ട് കാലം കുറച്ചായി. ഇഡി എന്നെല്ലാം അത് രൂപപ്പെടുത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഇത് രാജ്യത്തിലെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തിയും മറ്റ് തെറ്റായ വഴികളിൽ കൂടി കള്ളപ്പണത്തിന്റെ ഒഴുക്കുണ്ട്, അത് തടയാൻ വേണ്ടി PMLA ആക്ട്, ആ ആക്ട് പ്രകാരം ഇഡി എന്ന അന്വേഷണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയാണ്. അധികാരം എന്നെല്ലാം പറഞ്ഞാൽ ഇഡിയുടെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന മൊഴിക്ക് 164 വകുപ്പ് പ്രകാരം കോടതിയിൽ അതിന് വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ആ മൊഴിക്ക് അതേ സാധൂകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് രാജ്യത്തെ ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പിടികൂടാനും ജയിലിലടക്കാനും ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഇഡി എടുത്ത കേസുകളുടെ എല്ലാം എണ്ണം പരിശോധിക്കുമ്പോൾ എത്രമാത്രം പക്ഷപാതപരമായിട്ടാണ്, എത്രമാത്രം തരംതാണ നിലയിലാണ് ഈ അന്വേഷണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിയുടെ വളർത്തുപട്ടികളായി രാജ്യത്തെ ഇഡി സംവിധാനം മാറി എന്നാണ് ഏറ്റവും വലിയ ഗതികേട്. ബി.ജെ.പിയുടെ വളർത്തുപട്ടികളായിട്ട് രാജ്യത്തെ ഇഡി മാറി. കണക്കുകൾ പരിശോധിക്കൂ. രാജ്യത്തെടുത്ത 196 കേസുകൾ അത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായുള്ള കേസുകളായിരുന്നു. ആ 196 കേസുകളുടെ എണ്ണം പരിശോധിച്ചപ്പോ ബി.ജെ.പിയുടെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ കേസുണ്ടോ? ഒരു നേതാവിന്റെ പേരിലും കേസില്ല. എന്തുകൊണ്ടില്ല? ഈ കേരളത്തിലെ സംസ്ഥാന പോലീസ് പിടിച്ചുകൊടുത്തു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കേസ്. ആരെയാ പിടിച്ചത്? കെ സുരേന്ദ്രൻ, കേരളത്തിലെ ബി.ജെ.പിയുടെ കഴിഞ്ഞ അധ്യക്ഷൻ പെരുങ്കള്ളൻ സുരേന്ദ്രനെ പിടികൂടി, സുരേന്ദ്രന്റെ അനുയായികളെ പിടികൂടി. അതല്ലേ കൊടകര കുഴൽപ്പണക്കേസ്? ആ കുഴൽപ്പണക്കേസിൽ ഉൾപ്പെടെ നിർണായകമായ നിലയിൽ തെറ്റായ നിലയിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോ ഈ ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അയാളാണ് ഇപ്പൊ നാണമില്ലാതെ 2 കോടി രൂപ കൊല്ലത്തെ ഒരു കശുവണ്ടി മുതലാളിയോട്, ഫാക്ടറി മുതലാളിയോട് കൈക്കൂലി ചോദിച്ചത്. ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി ചോദിക്കുകയാണ്. 50 ലക്ഷം വീതം 4 ഗഡുക്കളായി എനിക്ക് തരണം, എന്റെ അക്കൗണ്ടിൽ തരണ്ട, എന്റെ കുടുംബത്തിന്റെ അക്കൗണ്ടിൽ തരണ്ട, ഞാൻ തരുന്ന കേരളത്തിന് പുറത്തുള്ള 4 അക്കൗണ്ട് നമ്പറുകളിൽ തരണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒരു CA-കാരൻ രഞ്ജിത്ത് വാര്യർ, അയാളുടെ സുഹൃത്ത് മറ്റൊരാൾ, ഇവരെല്ലാം കേരളത്തിൽ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുകൂടി മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. കേരളത്തിലെ ഒരു MP-യുടെ അടുത്ത ആളാണ് ഈ 2 ആളുകളും എന്ന് മനസ്സിലാക്കണം, കോൺഗ്രസ് MP-യുടെ. അപ്പൊ ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തേ ഇത്ര വലിയ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി ഒരു വരി പ്രസ്താവന പോലും ഇറക്കി മുന്നോട്ട് വരാതിരുന്നത്? കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഒരക്ഷരം മിണ്ടാതിരുന്നത്? കാരണം ബി.ജെ.പി അയക്കുന്ന ഈ വേട്ടപ്പട്ടികൾ, ബി.ജെ.പി അയക്കുന്ന ഈ വേട്ടക്കാർ, ഈ വേട്ടക്കാർക്ക് മുന്നിൽ വഴി കാണിച്ചു കൊടുക്കാൻ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അനിൽ അക്കരയെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെയാണ്. അപ്പൊ ഇഡി വേട്ടക്കിറങ്ങുമ്പോ മുന്നിൽ ചാടി വീഴുന്ന വേട്ടപ്പട്ടികളായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരക്ഷരം അവർ ഉരിയാടുന്നില്ല.
ഇവരെല്ലാം കൂട്ടുകച്ചവടമാണ്. എത്രയെത്ര പരാതികളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരായി കൊടുത്തത്. ഏതെങ്കിലും ഒരു പരാതി തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ കുറച്ച് മാധ്യമ പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് ഇഡി ചോദ്യം ചെയ്യുന്നു. ഇഡി ഇതാ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. വെണ്ടക്ക അക്ഷരത്തിൽ അച്ചുനിരത്തുന്നു. പ്രൈം ടൈമിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇഡിയെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഞാൻ നേരത്തെ പറഞ്ഞു 196 കേസ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായി എടുത്തു രാജ്യത്താകെ. അതിൽ 2 കേസാണ് തെളിയിക്കാൻ പറ്റിയത്. കേവലം 2 കേസ്. 2011 മുതൽ 2024 വരെയുള്ള കാലയളവ് എത്ര കേസുകൾ, അതിനകത്ത് എത്ര ശതമാനം തെളിയിക്കപ്പെട്ടു? ഒന്നും തെളിയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കേവലം 42 കേസാണ് ഏതാണ്ട് 1000-ൽ കൂടുതൽ കേസെടുത്തപ്പോ ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതെല്ലാം പാർലമെന്റിൽ പറയുന്ന രേഖാപ്രകാരമാണ്. അപ്പോ എന്താണ്? രാഷ്ട്രീയ വേട്ടയാണ്.